بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. നമ്മുടെ വിഷയത്തിലെ ആറാമത്തെ കാര്യം തൃപ്തി എന്നതാണ്, റിള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക്. അല്ലാഹുവേ, ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക്, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ബിറിളാക, നിന്റെ തൃപ്തി കൊണ്ട്, നിന്റെ പൊരുത്തം കൊണ്ട്, മിൻ സഖ്തിക, നിന്റെ കോപത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ, അള്ളാഹുവിൻ്റെ തൃപ്തിയെ, അള്ളാഹുവിൻ്റെ റിളയെ ചോദിക്കുകയാണ്. ആ റിള കിട്ടുകയും ആ റിള കൊണ്ട്, തൃപ്തി കൊണ്ട് അതിൻ്റെ നേരെ വിപരീതമായ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളിലെ കഴിഞ്ഞ 5 നാം വിശദീകരിച്ചതിനേക്കാളേറെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാങ്കേതികമായി തൃപ്തി എന്ന് ഭാഷാപരമായി റിള എന്ന പദത്തിന് അർത്ഥം പറയാമെങ്കിലും സാങ്കേതികമായി ഈ തൃപ്തി, റിള എന്നതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, റിളൽ അബ്ദു അനില്ലാ, അടിമ അഥവാ മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് തൃപ്തിപ്പെടുക. മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം അല്ലാ യക്റഹ മാ യജ്രി ബിഹി ഖദാഉഹു, വിധിയെക്കുറിച്ച് മനുഷ്യൻ വെറുപ്പ് കാണിക്കാതിരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച വിധിയിൽ മനുഷ്യൻ വെറുപ്പ് കാണിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യൻ തൃപ്തിപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൃപ്തിയുടെ 2ാമത്തെ ഇനം റിളല്ലാഹു അനിൽ അബ്ദി, നേരെ ഇങ്ങോട്ടാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി അടിമയെക്കുറിച്ച്. ആദ്യം പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് അടിമ തൃപ്തിപ്പെടലാണെങ്കിൽ 2ാമത്തേത് അടിമയെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെടലാണ്. അതെങ്ങനെയാണ്? അൻ യറാഹു മുഅ്തമറൻ ബി അംരിഹി മുൻതഹിയൻ അൻ നഹീഹി. അടിമയെ, മനുഷ്യനെ അള്ളാഹു കാണണം. എങ്ങനെ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ മുഴുക്കെ പാലിച്ചുകൊണ്ടും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുമുള്ള ഒരവസ്ഥ. അതാണ് അള്ളാഹു അടിമയെക്കുറിച്ച് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ. അഥവാ അടിമ, മനുഷ്യൻ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അപ്പടി അംഗീകരിക്കുകയും എന്തിനെയാണോ അള്ളാഹു വിലക്കിയത് അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നതാണ് തൃപ്തിയുടെ, റിളയുടെ 2ാമത്തെ വശം.
അപ്പൊ രണ്ട് വശമാണ് റിളക്കുള്ളത്, തൃപ്തിക്കുള്ളത്. നാം അള്ളാഹുവിനെ തൃപ്തിപ്പെടണം, അള്ളാഹു നമ്മെയും തൃപ്തിപ്പെടണം എന്ന് വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. റിള എന്ന പദം, ഈ റിള എന്ന പദത്തിന് കുറച്ചുകൂടി വലിയ തൃപ്തിയുണ്ട്. ആ തൃപ്തിക്ക് ഖുർആൻ ഉപയോഗിച്ച പദം റിളവാൻ എന്നാണ്. ഇപ്പൊ രണ്ട് പദങ്ങളും ഖുർആനിൽ കാണാം. റിള എന്ന പദവും കാണാം, റിദ്വാൻ എന്ന പദവും കാണാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റിള എന്ന് പറയുന്നത് ഒരു സാമാന്യ തൃപ്തിയും പൊരുത്തവും ആണെങ്കിൽ റിദ്വാൻ എന്ന് പറയുന്നത് വലിയ തൃപ്തിയാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി പ്രയോഗിച്ചത് കാണാം. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാൻ എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചത് കാണാം. ധാരാളമായി ഖുർആനിൽ കാണാവുന്ന പ്രയോഗമാണ്. രണ്ടും ഉണ്ട് എന്നർത്ഥം. റിള എന്ന അർത്ഥത്തിൽ തന്നെയാണ് മർലാത്ത് എന്ന പദം അല്ലാഹു ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം നഫ്സിനെ വിൽക്കുന്നവരെ നിനക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം നഫ്സിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സ്വന്തം ശരീരം വ്യയം ചെയ്യാൻ, സ്വന്തം ശരീരം ഉപയോഗിക്കാൻ, ജിഹാദിലൂടെയും മറ്റും സ്വന്തം ശരീരം ഉപയോഗിക്കാൻ അവൻ സന്നദ്ധനാവുക. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വയം ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറാവുക എന്ന് വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ജനങ്ങളുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്പത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞെടുത്ത് സദഖയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് കാണാം, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാ. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാ. അല്ലാഹുവിന്റെ മർളാത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അഥവാ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. അപ്പോ താൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. എന്തിന്? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി. അപ്പൊ ആദ്യം സ്വന്തം ജീവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ത്യജിക്കും. രണ്ടാമത് സമ്പത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ത്യജിക്കാനും മനുഷ്യൻ സന്നദ്ധനാണ്. മറ്റൊരിടത്ത് ഖുർആനിൽ കാണാം, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനുണ്ടാകേണ്ട സ്വഭാവം പറയുന്നു. മനുഷ്യൻ രഹസ്യമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്നിലും നന്മയില്ല. ഈ പറഞ്ഞ സദഖക്ക് വേണ്ടി കൽപ്പിക്കുകയോ അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയോ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ, യോജിപ്പുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുകയോ ഒക്കെ ചെയ്ത രഹസ്യവർത്തമാനം ഒഴികെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വമൻ യഫ്അൽ ദാലിക, ഈ പണി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇബ്തിഗാഅ മർളാത്തില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്. ഏത് പണി? സദഖ ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് രഹസ്യമായി പറയുക, നന്മ ജനങ്ങളോട് രഹസ്യമായി കൽപ്പിക്കുക, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ രഹസ്യമായി പണിയെടുക്കുക. ഈ പണി ആരെങ്കിലും ചെയ്താൽ എങ്ങനെ? ഇബ്തിഗാഅ മർളാത്തില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്താൽ ഫസൗഫ നുഅ്തിഹി അജ്റൻ അളീമ, അള്ളാഹു നാം മഹത്തായ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് മനുഷ്യൻ പണിയെടുക്കേണ്ടത്. മനുഷ്യൻ അവന്റെ ശരീരവും അവന്റെ സമ്പത്തും അവന്റെ ജീവിതവും ഒക്കെ അങ്ങനെയായിരിക്കണം എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചു. എന്തിനധികം ദീനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നത് എന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും. അവിടെ ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന തൃപ്തി എന്ന പദം. എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? സമ്പൂർണമായി അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുകയും വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്ന അവസ്ഥയാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ രൂപത്തിൽ റിള എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്? നാം തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ് എന്ന് നാം മനസ്സിലാക്കണം. തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മുടെ കൂട്ടുകാരെയല്ല, നമ്മുടെ കുടുംബത്തെയല്ല, തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ്.
ജനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. പ്രത്യേകിച്ച് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത നിഫാഖ് ബാധിച്ച ആളുകളെ കുറിച്ച് പറയുന്നു. യഹ്ലിഫൂന ബില്ലാഹി ലക്കും ലിയുർദൂക്കും. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയും. ചിലപ്പോൾ നമ്മൾക്കൊക്കെ അനുഭവമുള്ള സംഗതിയാണ്. ചില കാര്യങ്ങൾ ജനങ്ങൾ സത്യം ചെയ്ത് പറയും. ഇത് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ, നമ്മളെ തൃപ്തിപ്പെടുത്താൻ. അതെന്തുകൊണ്ടാ? നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സത്യം ചെയ്ത് മനുഷ്യൻ പറയാറുണ്ട്, വിശ്വാസം ഉറക്കാത്തത് കൊണ്ട്. അള്ളാഹുവിന്റെ വാചകം വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അള്ളാഹുവും അവന്റെ റസൂലുമാണ് അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അർഹത, അവർ മുഅ്മിനുകളാണെങ്കിൽ. ജനങ്ങളെയല്ല തൃപ്തിപ്പെടുത്തേണ്ടത്, മറിച്ച് അള്ളാഹുവിനെയായിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. മറിച്ചൊരു വിഭാഗമുണ്ട്, കളവ് പറഞ്ഞ് വഞ്ചന ചെയ്ത് തമാശകൾ പറഞ്ഞ് മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്തുന്ന വിഭാഗം. ആ ഒരു വിഭാഗമല്ല നാം ആകേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയാണ് നാം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യേണ്ടത് എന്നർത്ഥം. ഒരുപാട് പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമായി വരും. ഒരുപാട് പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അള്ളാഹുവിൽ നിന്നുള്ള സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട പടച്ച റബ്ബിനെ ആരാധിക്കാനുള്ള കേന്ദ്രമാണോ റബ്ബിന്റെ തൃപ്തി കിട്ടാനുള്ള കാരണം? അതോ മനുഷ്യൻ നരകക്കുണ്ടിന്റെ വക്കിൽ വെച്ച് പടുത്തുയർത്തിയ പൊളിഞ്ഞു ചാടാൻ സാധ്യതയുള്ള ഒന്നാണോ? അള്ളാഹുവിൻ തഖ്വയുള്ള രൂപത്തിൽ ഒരു ഗേഹം, അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള മസ്ജിദ്, സുജൂദ് ചെയ്യാനുള്ള സ്ഥലം കെട്ടിപ്പടുക്കുക എന്നത് പടച്ച റബ്ബിന്റെ റിള കിട്ടാനുള്ള കാരണമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. സഹാബികളെ കുറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നാം നിർബന്ധമായ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്നത് അത് റിള കിട്ടാനുള്ള മാർഗമാണ് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നു. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്. ഹിജ്റ പോവുകയും വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് നടത്തുകയും ചെയ്ത ആളുകൾ അവരാണ് പടച്ച റബ്ബിന്റെ പക്കൽ ഏറ്റവും ദറജയുള്ളവർ, പ്രതിഫലമുള്ളവർ, വിജയികൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, യുബശ്ശിറുഹും റബ്ബുഹും, അവർക്ക് അവരുടെ റബ്ബ് സന്തോഷവാർത്ത അറിയിക്കുന്നു. ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തുണ്ട്, റിദ്വാനുണ്ട് എന്ന സന്തോഷവാർത്ത. അള്ളാഹുവിന്റെ റിദ്വാൻ ഒരു സന്തോഷ വാർത്തയായി അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു അറിയിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും ഇബാദത്ത് ചെയ്യാനും വേണ്ടി ക്ഷമ അവലംബിക്കുക എന്നത് പടച്ച റബ്ബിന്റെ റിള കിട്ടാനുള്ള കാരണമാണ്. അതിന് വല്ലാത്ത ക്ഷമ ആവശ്യമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ അങ്ങേയറ്റം ക്ഷമ വേണം. അത് റിള കിട്ടാനുള്ള കാരണമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, നബിയോട് പറയുകയാണ്, നബിയെ അവര് പലതും പറയും, നിങ്ങൾ ക്ഷമിക്കണം, അതൊക്കെ സഹിക്കണം, അതൊക്കെ. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതിന് ശേഷവുമൊക്കെ നിങ്ങൾ റബ്ബിനെ സ്മരിക്കണം റസൂലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണമായി പറഞ്ഞു, ലഅല്ലക തർദാ, നിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. സഹാബത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറയുന്നുണ്ട്, സഹാബികളെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ. ബൈഅത്തുർ റിദ്വാൻ നടത്തിയ സഹാബികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഹുദൈബിയ സന്ധിയുടെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പ്രചരിച്ചപ്പോൾ ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ ഒരു സന്ധിയിൽ സഹാബികളുമായി ഏർപ്പെട്ടു, ഒരു ബൈഅത്തിൽ, ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറ് ജീവൻ നശിക്കും വരെ, അവസാനിക്കും വരെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യണം എന്നായിരുന്നു. ആ കരാറിനെ പുരസ്കരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ലഖദ് റളിയല്ലാഹു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി, റിള കിട്ടി. ആർക്ക്? അനിൽ മുഅ്മിനീൻ. എന്താണ് അവർ ചെയ്തത്? ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന്റെ ചോട്ടിൽ വെച്ച് നിന്നോട് അവർ ബൈഅത്ത് ചെയ്തു എന്ന കാരണത്താൽ.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ പ്രയാസം സഹിക്കുക, ബുദ്ധിമുട്ട് സഹിക്കുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ റിള കിട്ടാനുള്ള കാരണമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാണാം. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് ഒരുപാട് സ്ഥലത്ത് ഈ റിള പ്രയോഗിച്ചത് കാണാം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഐശത്തിൻ റാദിയ. ഐശത്തുൻ റാദിയ എന്നത് വലത് കയ്യിൽ കിതാബ് ഗ്രന്ഥം കിട്ടപ്പെട്ട ആളുകൾ അവരത് വായിക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് ഈ വിചാരണ ഉണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയുള്ളവൻ ഫഹുവ ഫീ ഐശത്തിൻ റാദിയ. അപ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ റിള കിട്ടാനുള്ള കാരണമാണ്. വുജൂഹുൻ യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നിടത്ത് ചില ആളുകളുടെ മുഖം നല്ല മിനുസമുള്ള മുഖമാണ്. അതിൻ്റെ കാരണം ലിസഈഹാ റാദിയ, ആ ചെയ്ത പ്രവൃത്തി, അവർ ദുനിയാവിൽ നടത്തിയ അധ്വാനം, അതിൽ അവർക്ക് സംതൃപ്തി കിട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം പറയണ്ടല്ലോ, എല്ലാവർക്കും ആ ആയത്ത് ധാരാളമായി നമ്മൾ കേൾക്കാറുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റിളയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയും അള്ളാഹുവിന് നമ്മളെ കുറിച്ചുള്ള തൃപ്തിയും, അതാണ് റാദിയതൻ മർദിയ. ഒന്നാമത്തേത് മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയാണ്. രണ്ടാമത്തേത് അള്ളാഹു മനുഷ്യനെ കുറിച്ചുള്ള തൃപ്തിയും. ഈ രൂപത്തിലാണ് തൃപ്തി, ഈ റിള നമുക്ക് ഉണ്ടാകേണ്ടതും വാങ്ങേണ്ടതും ഉണ്ടാക്കേണ്ടതുമൊക്കെ ഈ രൂപത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ അമ്പിയാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ സൂറത്ത് മറിയമിലെ ആദ്യത്തെ ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. നിങ്ങൾക്കൊക്കെ ആയത്തുകൾ പരിചയമുണ്ടാകും. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ സംഗതി പറയുകയാണ് അള്ളാഹു, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് നിന്റെ അള്ളാഹുവിന്റെ അടിമയായ സക്കരിയക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാമിന്റെ സംഭവം പറയുന്നു. അദ്ദേഹം മെല്ലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ആരും കേൾക്കാതെ പ്രയാസത്തോടു കൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്താ റബ്ബിനോട് പ്രാർത്ഥിച്ചത്? ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. നാഥ, എന്റെ എല്ലൊക്കെ ദുർബലമാകാൻ തുടങ്ങിയിരിക്കുന്നു. വഷ്തഅല റഅസു ശൈബാ, എന്റെ മുടി ഇതാ നരക്കാൻ ആരംഭിച്ചിരിക്കുന്നു. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. നാഥ, നിന്നോട് ദുആ ചെയ്തിട്ട് ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഭാഗ്യം കെട്ടവനായി ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുകയാണ്. എന്താ കാര്യം? വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ. എന്റെ പിറകിൽ വരുന്ന അനന്തരാവകാശികളെ കുറിച്ച്, ബന്ധുക്കളെ കുറിച്ച് ഞാൻ അല്പം ഭയത്തിലാണ്. വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യയാകട്ടെ വന്ധ്യയാണ്, പ്രസവിക്കുകയില്ല. അതുകൊണ്ട് ഫഹബ്ലി മിൻ ലദുൻക വലിയ, എനിക്ക് നാഥ നിന്റെ പക്കൽ നിന്ന് ഒരു അവകാശി എനിക്ക് നൽകണം. പ്രാർത്ഥിക്കുകയാണ് സക്കരിയ അലൈഹിസ്സലാം. ഒരുപാട് കാര്യം ഈ ആയത്തുകളിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് എത്തണം എന്നതുകൊണ്ട് നമുക്കത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എന്നിട്ട് പറയുന്നു, യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, എന്റെ അനന്തരാവകാശിയായ യാഖൂബ് കുടുംബത്തിന് അനന്തരാവകാശിയായി ഒരു വലിയനെ, ഒരു അവകാശി എനിക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു വജ്അൽഹു റബ്ബി റദിയ. നാഥ, അവനെക്കുറിച്ച് നീ തൃപ്തിയുള്ളവനാകുകയും വേണം. അപ്പോൾ അമ്പിയാക്കന്മാർ ആഗ്രഹിച്ചത് മക്കളൊക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ത്? വജ്അൽഹു റബ്ബി റളിയ, അള്ളാഹിന്റെ തൃപ്തിയും പൊരുത്തവും. വലിയ വിഷയമാണ്. നമ്മളെല്ലാ ക്ലാസ്സുകളിലും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, തൃപ്തി കിട്ടണം ഒക്കെ വലിയ വിഷയമാണ്. അമ്പിയാക്കന്മാർ ആഗ്രഹിച്ച വിഷയം. ഇസ്മായിൽ നബിയെ കുറിച്ച് പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർദിയ. ഒരുപാട് സവിശേഷത പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വകാന ഇൻദ റബ്ബിഹി മർദിയ. അള്ളാഹിന്റെ തൃപ്തി കിട്ടപ്പെട്ടവനാണ് ആര്? ഇസ്മായിൽ അലൈഹിസ്സലാം. എന്താ കാരണം നമ്മൾ പറയണ്ടല്ലോ. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പോലെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടപ്പെടാൻ അർഹതയുള്ള ആരുമില്ല എന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ സംഭവം. പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. മൂസ അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ച സന്ദർഭത്തിൽ മൂസാ നബീന്റെ കൂടെ മൂസാ നബിന്റെ സമൂഹവുമുണ്ട്. പക്ഷെ മൂസാ നബി ധൃതി വെച്ച് ഓടി വന്നു. വമാ അജലക അൻ ഖൗമിക യാ മൂസ. അള്ളാഹ് ചോദിച്ചു, എന്താ മൂസ അങ്ങനെ ധൃതിയിൽ വന്നത്? നിന്റെ സമുദായം എവിടെ പോയി? കാണാനില്ലല്ലോ. ഖാല ഹും ഉലൈ അലാ അസരി. പഠിച്ചവനെ പോലെ എന്റെ ബാക്കിലുണ്ട്,
വരുന്നുണ്ട്, എന്റെ പിന്നിൽ തന്നെ വരുന്നുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർള, റബ്ബേ ഞാൻ ഓടി വന്നത്, സ്പീഡിൽ വന്നത്, ധൃതിയിൽ വന്നത് ലിതർള, നിന്റെ തൃപ്തി കിട്ടാനാണ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി വന്നത് സമൂഹത്തോടു കൂടിയാണ്, ജനങ്ങളുടെ കൂടെ, അനുയായികളുടെ കൂടെ. പക്ഷേ അനുയായികൾ പിറകിൽ ഇങ്ങനെ വരികയാണ്. മൂസാ നബി എന്തായി? ഭയങ്കര സ്പീഡിൽ ഓടി വന്നത് എന്തിന് എന്ന് അള്ളാഹ് ചോദിച്ചപ്പോൾ അതിന്റെ കാരണം പറയാണ് എന്ത്? ലി തർള, നിന്റെ തൃപ്തി കിട്ടാൻ. ഇനിങ്ങനെ ഓരോ ഇപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുലൈമാൻ നബി ഇങ്ങനെ ഈ വാദിയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടല്ലോ. ഉറുമ്പിന്റെ നേതാവ് ഉറുമ്പുകളോട് പറഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയിക്കോളി, കാരണം സുലൈമാൻ വരുന്നുണ്ട്, സുലൈമാനും അവന്റെ സൈന്യവും വരുന്നുണ്ട്, ഒക്കെ എല്ലാത്തിനും ചവിട്ടി മതിക്കും എന്ന് കേട്ടപ്പോ സുലൈമാൻ നബി ഫതബസ്സമ ദാഹികൻ, ഇത് കേട്ട് സുലൈമാൻ നബി ചിരിച്ചുപോയി. ഉറുമ്പിന്റെ ഭാഷ സുലൈമാൻ നബിക്ക് എല്ലാ ഭാഷയും അറിയാലോ. വല്യംന മന്തിഖത്ത് തൈരി എന്നൊക്കെ പറഞ്ഞില്ല, പക്ഷികളുടെ ഭാഷയൊക്കെ. ഉറുമ്പിന്റെ ഭാഷ അറിയാം. സുലൈമാൻ നബി ചിരിച്ചുപോയി. ചിരിച്ചിട്ട് സുലൈമാൻ നബി പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? കാല, അദ്ദേഹം പറഞ്ഞു, സുലൈമാൻ നബി ചിരിച്ചു ഈ ഇതിന്റെ ഉറുമ്പ് നേതാവിന്റെ വർത്തമാനം കേട്ട് ചിരിച്ചിട്ട് അദ്ദേഹം പറയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു. ഈ ആയത്ത് നമ്മൾ സൂറത്തുൽ അഹ്ഖാഫിൽ ഈ ആയത്ത് വന്നിട്ടുണ്ട്. ഇത് സൂറത്തുൽ നംലിൽ ആയത്താണ്. സൂറത്തുൽ അഹ്ഖാഫിൽ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇത് സൂറത്തുൽ നംലിലാണ്. ഏകദേശം അതേ പ്രാർത്ഥന തന്നെ. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സുലൈമാൻ നബിക്ക് കിട്ടിയ അനുഗ്രഹവും നിഅമത്തും ഇതൊക്കെ അദ്ദേഹം അത്ഭുതം, അദ്ദേഹത്തിന് ചിരി അടക്കാൻ വയ്യ, സന്തോഷം അടക്കാൻ വയ്യ. എന്നിട്ട് അദ്ദേഹം പറയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബെ, എനിക്ക് നീ നൽകിയ ഈ നിഅമത്തിന്, അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രചോദനം നൽകണം. എനിക്ക് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്കും നൽകിയ ഈ നിഅമത്തിന്. എന്നിട്ട് പറഞ്ഞു, വഅൻ അഅമല സാലിഹൻ തർളാഹു, നിന്റെ പൊരുത്തം, തൃപ്തി കിട്ടുന്ന പ്രവർത്തനം ചെയ്യാനും എനിക്ക് നീ പ്രചോദനം നൽകണം. നോക്കി നിങ്ങൾ, സുലൈമാൻ അലൈഹിസ്സലാം ആഗ്രഹിക്കുകയാണ് എന്ത്? റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന പ്രവർത്തനം ചെയ്യണം. അപ്പൊ നമ്മൾ സഹോദരന്മാരെ, നമ്മൾ റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാനാണ് നാം എന്താക്കേണ്ടത്? ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വേറെ എല്ലാവരുടെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, കൊതിക്കും, തൃപ്തി കിട്ടാൻ, അവരെ പൊരുത്തം കിട്ടാൻ, അവരുടെ ഇഷ്ടം കിട്ടാൻ. പക്ഷേ റബ്ബിന്റെ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. വിശ്വാസികൾ ആ റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന പ്രവർത്തനങ്ങൾ. ഇനി ഹദീസുകൾ പരിശോധിച്ചാൽ ഈ സംഗതി ഒരുപാട് സ്ഥലത്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ കുറിച്ച് പറയുന്നു, നല്ല മനുഷ്യനെ കുറിച്ച്, അള്ളാഹ് തൃപ്തിപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവന്റെ പ്രത്യേകതയായി പറഞ്ഞത്, അവൻ ഭക്ഷണം കഴിക്കും, ഒരു ഉരുള തിന്നും, എന്നിട്ട് ഫയഹ്മദുഹു അലൈഹ വയശ്റബു ശുർബ ഫയഹ്മദുഹു അലൈഹ, ഒരു ഉരുള ചോറ് തിന്നും, എന്നിട്ട് ഹംദ് പറയും, അൽഹംദുലില്ലാ, അള്ളാഹിനെ സ്തുതിക്കും. നമ്മൾ മറന്നുപോകും. റസൂല് പറഞ്ഞ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന, ഹംദ് പറയുന്ന മനുഷ്യനെ അള്ളാഹു തൃപ്തി. അതേമാതിരി ഒരു കുടി കുടിക്കും, എന്നിട്ട് റസൂൽ അള്ളാഹ്ക്ക് ഹംദ് പറയും, സ്തുതി പറയും. അങ്ങനെയുള്ള മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെയുള്ള മനുഷ്യന് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും എന്ന് പറയുന്നു. റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന വേറൊരു വിഭാഗം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗം. അത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന വിഭാഗമാണ്. വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, റബ്ബിന്റെ റിള കിട്ടാൻ റിളൽ വാലിദൈനി ഉണ്ടാക്കണം. മാതാപിതാക്കളുടെ തൃപ്തി ാണെന്ത്? റബ്ബിന്റെ റിള. വേറൊരു ഹദീസിൽ കാണാം, അന്ന സിവാക മുതഹറത്തുൻ ലിൽ ഫമി വ മർലാത്തുൻ ലിറബ്ബി, ബ്രഷ് ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക എന്നത് വായക്ക് നല്ലതും റബ്ബിന്റെ തൃപ്തി കിട്ടുവാൻ കാരണവുമാണ്. ഒരുപാട് സംഗതികളുണ്ട്. ഹദീസുകളിലൊക്കെ വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ. ഇങ്ങനെ എത്ര ചെറിയ കൊച്ചു നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ പോലും യഥാർത്ഥത്തിൽ റബ്ബിന്റെ തൃപ്തി കിട്ടുവാനുള്ള കാരണമായി നാം മാറ്റണം. ഇനി നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില രംഗങ്ങളെ കുറിച്ച് കൂടി നാം ആലോചിക്കണം. മനുഷ്യന് പ്രയാസം നേരിടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായി ഒരാളുടെ മകൻ മരിച്ചു, അല്ലെങ്കിൽ മകൾ മരിച്ചു, നല്ല ഓമനിച്ച് ലാളിച്ചു വളർത്തിയ കുട്ടി മരിച്ചു. ആ സന്ദർഭം, ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. റബ്ബിന്റെ പൊരുത്തം നഷ്ടപ്പെടാവുന്ന ചില വാക്കുകൾ മനുഷ്യനിൽ നിന്ന് വന്നു പോകുന്ന സന്ദർഭങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൻ ഇബ്രാഹിം മരിച്ചു.
ഇബ്രാഹിം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ്, നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും, നബി ധാരധാരയായി നബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മ ഇന്നൽ ഖൽബ ലയഹ്സുൻ. കണ്ണ് കണ്ണുനീര് പൊഴിക്കുക തന്നെ ചെയ്യും, മനസ്സ് ദുഃഖിക്കുക തന്നെ ചെയ്യും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബുന. പക്ഷേ നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെടാത്ത, റബ്ബിന് തൃപ്തി വരാത്ത, തൃപ്തിപ്പെടുത്താത്ത ഒരു വാചകവും നമ്മൾ പറയുകയേയില്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹസൂനൂൻ. ഇബ്രാഹിമേ, നിന്റെ വേർപാട് തീർച്ചയായും ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ ആ ദുഃഖം സഹിച്ചുകൊണ്ട് തന്നെ, അത് അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ റബ്ബിന്റെ തൃപ്തി വരാത്ത, റബ്ബിന്റെ തൃപ്തിയില്ലാത്ത ഒരു വർത്തമാനം, ഒരു സംസാരം, ഒരു ചിന്ത അത്തരം വേളകളിൽ വരാതിരിക്കുക എന്നതാണ്. അതിന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അഊദു ബിറിളാക മിൻ സഖതിക. അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക. റബ്ബേ, നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ റിള കൊണ്ട്, തൃപ്തി കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് നസ്തഈദു ബിറിളല്ലാഹി മിൻ സുഖ്തിഹി. ഇതേ ആശയമാണ്. നസ്തഈദു ബിറിളല്ലാഹി മിൻ സുഖ്തിഹി. അള്ളാഹുവിന്റെ റിള കൊണ്ട്, തൃപ്തി കൊണ്ട്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന അർത്ഥം. ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള തൃപ്തി, അള്ളാഹുവിന്റെ ശരീഅത്തിനെ കുറിച്ചുള്ള തൃപ്തി, അള്ളാഹു ഉണ്ടാക്കിയ വിധികളെ കുറിച്ചുള്ള തൃപ്തി, ഇതൊന്നും തൃപ്തിപ്പെടാത്തവൻ മുസ്ലിമല്ല. ഇതിലൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അസംതൃപ്തി ഈ വിഷയത്തിൽ എവിടെയെങ്കിലും വന്നാൽ എന്തല്ല, അവൻ മുസ്ലിമല്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ തൃപ്തിപ്പെടുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഒരു ഹദീസിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ദാഖത്തുഉൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. നമ്മുടെ ദിക്റുകളിൽ രാവിലെ നമ്മൾ ചെല്ലേണ്ട ദിക്റുകളിലെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് എന്ത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. രാവിലെ ചെല്ലേണ്ട ദിക്റുകളിൽ, പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിൽ ഒന്നാണത്. അതന്നെയാണ് ആ ഹദീസിലുള്ളത്. ദാഖത്തുഉൽ ഈമാൻ, ഈമാനിന്റെ രുചി ആസ്വദിച്ചു ആര്? മൻ റദിയ. അവിടേക്ക് റദിയ എന്നുള്ള പദം അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ, അംഗീകരിച്ചവനല്ല. തൃപ്തി എന്താണ്? വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവൻ. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെട്ടവൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മൂന്ന് വിഷയവും വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, അംഗീകരിക്കുക മാത്രമല്ല, തൃപ്തിപ്പെടണം. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതിലെല്ലാം പെട്ടു. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ മറ്റാരെയും ഭയപ്പെടാത്ത അവസ്ഥ, അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന അവസ്ഥ, അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്ന അവസ്ഥ. ഈ പണികളൊക്കെ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? അള്ളാഹിന്റെ തൃപ്തി കിട്ടുള്ളൂ. അതാണ് മൻ റളിയ ബില്ലാഹി റബ്ബൻ. മൻ റളിയ ബില്ലാഹി, അള്ളാഹിന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ എന്താവൂല? മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്നാവൂല. അപ്പൊ റബ്ബായിട്ട് അള്ളാഹിനല്ല വേറൊരാൾ തൃപ്തിപ്പെട്ടു എന്നാണ് അർത്ഥം. അള്ളാഹു റബ്ബാണ് എന്ന് സമ്മതിക്കുകയും പറയുകയും റബ്ബുനല്ലാ എന്നൊക്കെ പറയുകയും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്താൽ മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്നതിൽ പെടൂല. മനസ്സിലായില്ലേ? അത് പ്രധാനപ്പെട്ട. അതേമാതിരി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിനെയും അഹ്കാമിനെയും അപ്പടി അംഗീകരിക്കുക, തൃപ്തിപ്പെടുക. അംഗീകരിക്കല്ല, തൃപ്തിപ്പെടുക. ഉദാഹരണം, സിന ഹറാമാണ് എന്ന് പറഞ്ഞു, വ്യഭിചാരം ഹറാമാണ്. നല്ല സുഖമുള്ള പരിപാടി, എന്താ അത് ഹറാമാക്കിയത് എന്ന ചോദ്യം വരാൻ പാടില്ല. അത് അംഗീകരിക്കുക. പലിശ ഹറാമാണ് എന്ന് പറഞ്ഞു, എങ്ങനെ പലിശ ഹറാമാക്കും? ഈ സാമ്പത്തിക വ്യവസ്ഥിതി മുഴുവൻ പലിശയിൽ അധിഷ്ഠിതമാണ്, അതെങ്ങനെ ഹറാമാക്കുമോ? ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തായി? മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്നുള്ളതിൽ നിന്ന് പുറത്തുപോയി. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ലല്ലോ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ നിർബന്ധമാകുന്നു, അത് അള്ളാഹിന്റെ നിയമമാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്നുള്ളതിൽ പെടും. അതല്ല എന്ന് തോന്നിയാലോ, അവരിങ്ങനെ വയസ്സായി ഇനിയിപ്പം പോയി. സക്കാത്ത് നിർബന്ധമാണ്, വാജിബാണ്, ഫർളാണ് സക്കാത്ത്.
അങ്ങനെ നമ്മളെ സ്വത്ത്, നമ്മൾ നയിച്ചുണ്ടാക്കിയ സ്വത്ത് ആരാനങ്ങനെ കൊടുത്തുകൂടാ ഒരാൾ വിചാരിച്ചാൽ മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്നുള്ളത് പുറത്തുപോയി. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാകുന്നു. രണ്ടാമത്തേത് മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം കൊണ്ടുവന്ന മുഴുവൻ ഹുക്മുകളെയും അപ്പടി അംഗീകരിക്കുക, ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക, തൃപ്തിപ്പെടുക. അംഗീകരിക്കുക മാത്രമല്ല, തൃപ്തിപ്പെടുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സമ്പൂർണമായി മുഹമ്മദ് നബിക്ക് കീഴൊതുങ്ങുക, അനുസരിക്കുക, നിരുപാധികമായ അനുസരണം, ചോദ്യം ചെയ്യാത്ത അനുസരണം. എന്താണോ നബി പറഞ്ഞത് അപ്പടി ചെയ്യുക, നബി എന്ത് സുന്നത്താക്കിയോ അത് അപ്പടി ചെയ്യുക മാത്രമല്ല, അതിനെ തൃപ്തിപ്പെടുക. തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? വെറുപ്പുണ്ടാകാതിരിക്കണം, അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം താടി വെക്കൽ, അതൊരു വെറുപ്പ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളതിനെപ്പറ്റി നിങ്ങൾക്കൊരിക്കലും അത് തൃപ്തിയല്ലാത്ത അവസ്ഥ വരാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ വിഷയം, മനസ്സിലായി? തൃപ്തിയില്ലാത്ത അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അള്ളാഹുവിന്റെ റിള കിട്ടാതിരിക്കാൻ കാരണമാകും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയണതും അതിനെക്കുറിച്ച് തൃപ്തിയില്ലാതിരിക്കുക എന്ന് പറയണതും രണ്ടും വ്യത്യാസമുണ്ട്, മനസ്സിലായി? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. താടി അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇപ്പം സ്ത്രീകളാണെങ്കിൽ പർദ്ദ ധരിച്ച ആളുകളോട് വെറുപ്പ്, പർദ്ദ ധരിക്കാൻ തൃപ്തിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ റിള, റസൂലിന്റെ റിള, അള്ളാഹുവിന്റെ റിള തൃപ്തി കിട്ടാതിരിക്കാൻ അത് കാരണമാകും. ഇങ്ങനെ ഓരോ വിഷയവും നിങ്ങൾ ഇസ്ലാം ഹുക്കുമാക്കിയ ഒന്ന് ബഹുഭാര്യത്വം, എന്താ? ഇസ്ലാമിലെ വിധിയാണ്, ഹുക്കുമാണ്. അതിനെ വെറുത്താൽ അത് അള്ളാഹുവിന്റെ റിളയിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. ഉദാഹരണമാണ് പറഞ്ഞത്, നിർബന്ധം എന്നുള്ള ആൾക്കല്ല. ഇസ്ലാം ഹുക്കുമാക്കിയ, വിധിയാക്കിയ ഒരു കാര്യത്തെ, ഒരു വിധിയെ, ഒരു ശരീഅത്തിനെ, ഒരു തത്വത്തെ അതിനെ പാടെ നിരാകരിക്കുക, അതിനെ തൃപ്തിപ്പെടാതിരിക്കുക. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയില്ല ചില ആൾക്കാർ. ഇസ്ലാമൊക്കെ അങ്ങനെയാണ്, പക്ഷെ എനിക്കതിൻ്റെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറ്റൂല. അപ്പൊ മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്നുള്ളതിൽ നിന്ന് പുറത്തു പോകും. വബിൽ ഇസ്ലാമി ദീനൻ, റളിയ ബിൽ ഇസ്ലാമി ദീനൻ, ദീനായിട്ട് ഇസ്ലാമിന് എന്താക്കണം? തൃപ്തിപ്പെടണം. ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ തമാശയായിട്ട് പോലും എന്ത് പറയാൻ പാടില്ല, ഇസ്ലാമിന്റെ ഹുക്കുമുകളെ ആ രൂപത്തിൽ, തെറ്റായ രൂപത്തിൽ കാണാനോ ചെയ്യാനോ ഒന്നും പാടില്ല. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, മൻ യബ്ലുഗുൽ അബ്ദു ഇലാ മഖാമിർ റിള, എങ്ങനെയാണ് മഖാമുർ റിള, റിളയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ എത്തുക? എപ്പോഴാണ് എത്തുക? മത്താ യബ്ലുഗു, എപ്പോഴാണ് എത്തുക എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇദാ അഖാമ നഫ്സഹു അലാ അർബഅത്തി ഉസൂലിൻ യുആമിലു ബിഹാ റബ്ബഹു. ഇദാ അഖാമ ബിനഫ്സിഹി അലാ അർബഅത്തി ഉസൂൽ, 4 അടിസ്ഥാന തത്വങ്ങളിൽ ഒരു മനുഷ്യൻ അവന്റെ നഫ്സിനെ പിടിച്ചു വെച്ചാൽ അവന് റിളയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്താം. ഏതാണ് 4 എണ്ണം? 1, ഇൻ അഅതൈതനി ഖബിൽത്, അള്ളാഹിനോട് അവന് പറയാൻ സാധിക്കണം, റബ്ബേ നീ തന്നാൽ ഞാൻ സ്വീകരിക്കും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ തന്നാൽ ഞാൻ എന്താക്കും? സ്വീകരിക്കും. 2, വഇൻ മനഅതനി റദീത്, നീ തടഞ്ഞാലോ അതും ഞാൻ തൃപ്തിപ്പെടും. നീ തന്നില്ല എന്നാലും ഞാൻ തൃപ്തിപ്പെടും. വഇൻ തറക്തനി അബദ്, നാഥ നീ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യും. ഞാൻ ചോദിച്ചൊന്നും നീ തന്നില്ല, ഉപേക്ഷ വരുത്തി, എന്നാൽ പോലും ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഇബാദത്ത് ചെയ്യും. 4-മത്തെ കാര്യം, വഇൻ ദഅൗതനി അജബ്ത്, എവിടെ വെച്ച് നീ എന്നെ വിളിച്ചാലും ഞാൻ ആ വിളിക്ക് ഉത്തരം ചെയ്യും. എവിടെ വെച്ച് അള്ളാഹു വിളിച്ചാലും, ഏത് കാര്യത്തിന് വേണ്ടി അള്ളാഹു പറഞ്ഞാലും ആ വിളിക്ക് ഉത്തരം ചെയ്യും ഞാൻ. ഈ 4 അടിസ്ഥാന കാര്യങ്ങളാണ് റിളയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള ഏറ്റവും ഉന്നതമായ കാര്യം എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇഹലോകവും പരലോകവും യഥാർത്ഥത്തിൽ റിളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ച ഒരുപാട് സംഗതികളുണ്ട്. റജാ, ഖൗഫ് എന്നൊക്കെ പറഞ്ഞ സംഗതികൾ, ഭയം, ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. ഇപ്പൊ ഉദാഹരണം, സ്വർഗത്തിലേക്ക് കടന്നാൽ എന്താ സ്വർഗത്തിന്റെ അവസ്ഥ? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവിടെ പേടിയില്ല, ദുഃഖമൊന്നുമില്ല. പേടി, നമ്മൾ നേരത്തെ പറഞ്ഞ ഖൗഫ് എന്നുള്ളത് അഅ്മാലുൽ ഖുലൂബിൽ നാം എണ്ണി പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കിയതാ. ദുനിയാവിൽ എന്തുണ്ട്?
പേടിയുണ്ട്. ദുനിയാവിൽ പേടി വേണം, സ്വർഗത്തിലെത്തിയാലോ പേടിയില്ല. എന്നാൽ റിളയുടെ അവസ്ഥ അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ എല്ലാ അഅ്മാലുൽ ഖുലൂബിനേക്കാളും പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നുന്ന അവസ്ഥ. റിളയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഈ തൃപ്തി എന്ന സംഗതി അടിമയെ ദുനിയാവിൽ നിന്ന് വേറിട്ട് പോവില്ല, ബർസഖിൽ നിന്ന് വേറിട്ട് പോവില്ല, സ്വർഗത്തിൽ നിന്നും വേറിട്ട് പോവില്ല. സ്വർഗത്തിൽ നിന്ന് വേറിട്ട് പോകില്ല എന്ന് മാത്രമല്ല, അവിടെ റിളവയും റിളവാനുമാണ് സ്വർഗത്തിൽ. അപ്പോ ദുനിയാവിലും ആഖിറത്തിലും ഒരേ രൂപത്തിലുള്ളതാണ് എന്ത്? ഈ തൃപ്തി എന്നത്, തൃപ്തി എന്ന കാര്യം, പൊരുത്തം എന്ന കാര്യം, റിളവാൻ എന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അല്ലാഹു മനുഷ്യനെ കുറിച്ച് തൃപ്തിപ്പെട്ടാലാണ് നമ്മൾ എവിടെ എത്തുക? സ്വർഗത്തിലെത്തുക. എന്നിട്ട് യബ്തഗൂന യുബശ്ശിറുഹും ബിഫദ്ലിൻ മിനല്ലാഹി വറിദ്വാൻ, അവർക്ക് അവിടെ സന്തോഷ വാർത്ത, അള്ളാഹുവിന്റെ മനം നിറയെ ഉള്ള അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് അവർക്ക്. അപ്പൊ അത് സ്വർഗത്തിലുമുണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ റിള നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില രംഗങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ. ഇപ്പോൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞു, മോൻ മരിച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെട്ട മോൻ മരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ റിള നഷ്ടപ്പെടാവുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ വരാം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു മുസീബത്ത്, ഒരാപത്ത് ഒരാൾക്ക് വന്നു, ആ ആപത്തിൽ വേദനയുണ്ടായി, പ്രയാസമുണ്ടായി, അതിൻ്റെ അർത്ഥം അവന് റിളയില്ല എന്നാണോ? അല്ല. നമുക്കൊരാപത്ത് വന്നാൽ സ്വാഭാവികമാണ് എന്ത്? പ്രയാസമുണ്ടാവുക, ബുദ്ധിമുട്ടുണ്ടാകുക, വേദന ഉണ്ടാവുക. അപ്പോ റിളയ്ക്ക് മനുഷ്യൻ തനിക്ക് സംഭവിക്കുന്ന ആപത്തുകളിൽ വേദനിക്കാതിരിക്കുക എന്നത് തൃപ്തി ലഭിക്കാനുള്ള നിബന്ധനയല്ല. നമ്മൾ മനസ്സിലാക്കണം. വേദനിക്കാം, അതിനുള്ള അവകാശം എന്തുണ്ട്? മനുഷ്യനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? തൃപ്തി കിട്ടാതിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഉദാഹരണമായി ഒരു രോഗി മരുന്ന് കുടിക്കുന്നു, അല്ലേ? മരുന്ന് കുടിക്കുമ്പോൾ മരുന്നിന് എന്തുണ്ടാവും? കയ്പുണ്ടാകും, മരുന്ന് കുടിക്കാൻ പ്രയാസമുണ്ടാകും. ആ കയ്പും പ്രയാസവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അവൻ മരുന്ന് കുടിക്കുന്നു. ആ സമയത്തും അവൻ എന്താണ്? ആ മരുന്നിനെ കുറിച്ച് സംതൃപ്തിയുണ്ട്, ഉണ്ടല്ലോ. ഈ മരുന്ന് കുടിച്ചാൽ എൻ്റെ രോഗം മാറും എന്ന സംതൃപ്തിയോടുകൂടിയാണ് അവൻ എന്ത് ചെയ്യുന്നത്? മരുന്ന് കുടിക്കുക. അല്ലാതെ ഇത് ശല്യം മരുന്ന് എന്ന് പറഞ്ഞല്ല. ഇത് തന്നെയാണ് മുസീബത്തുകളുടെ മുമ്പിൽ ഉണ്ടാകേണ്ട മുസ്ലിമിന്റെ അവസ്ഥ. മുസ്ലിം മുസീബത്ത് അനുഭവിക്കണം, പ്രയാസമുണ്ടാകും അനുഭവിക്കുമ്പോൾ. ഏതുപോലെ? രോഗിയെപ്പോലെ, മരുന്ന് കുടിക്കുന്ന രോഗിയെപ്പോലെ. മരുന്ന് കുടിക്കുമ്പോൾ രോഗിക്ക് എന്തുണ്ട്? പ്രയാസമുണ്ട്, കയ്പും പ്രയാസവും ഒക്കെ ഉണ്ട്. എന്നാലും കുടിക്കന്നെ, അവിടെ ഒരു സമാധാനമുണ്ട്, ഒരു തൃപ്തിയുണ്ട് ആ മരുന്ന് കുടിക്കുന്നതിൽ. അതേപോലെ തന്നെ ഈ വേദന അനുഭവിക്കുന്നതിൽ, പ്രയാസം അനുഭവിക്കുന്നതിൽ ഒരു തൃപ്തി. അത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, നോമ്പുകാരൻ നോമ്പ് നോക്കുമ്പോൾ അവൻ സംതൃപ്തനാണ് നോമ്പ് കൊണ്ട്. പറയുമ്പോൾ അവൻ വേദന അനുഭവിക്കുന്നുണ്ട്, വിശപ്പ് അനുഭവിക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട്, അല്ലേ? ദാഹിക്കുന്നുണ്ട്, പക്ഷെ സംതൃപ്തനാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ തരം അവസ്ഥകളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ, ഈ റിളയുടെ, തൃപ്തിയുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയാൽ വേദനയിൽ നിന്ന് ലദ്ദത്ത്, സുഖം അനുഭവിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എത്താൻ വേണമെങ്കിൽ ആ ദറജയിൽ, ആ വേദന ഒരു സുഖമായി മാറുന്നവർ. അത് അല്ലാഹു സുബ്ഹാനഹു തആലയുമായുള്ള അടുപ്പത്തിന്റെ ശക്തി അനുസരിച്ചാണ്. അപ്പൊ വേദന അനുഭവിക്കണം എന്നാണ്. ഇപ്പം ഉദാഹരണം, മുജാഹിദീങ്ങൾ, ജിഹാദ് ചെയ്യാൻ പോകുന്ന ആളുകൾ, അവർക്കറിയാലോ ജിഹാദിന് പോയാൽ അടി കിട്ടും, ഏറ് കിട്ടും, കുത്തുകിട്ടും, വെടികൊള്ളും, മരിക്കും, അല്ലേ? പക്ഷേ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ജിഹാദിന് പോകുന്നത്. അതാ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെ, പ്രവർത്തിക്കുമ്പോൾ അറിയാം എന്ത് ചീത്ത കേൾക്കേണ്ടി വരും, തെറി കേൾക്കേണ്ടി വരും, കല്ലേറ് കൊള്ളേണ്ടി വരും. പക്ഷേ ആ കല്ലേറ് കൊള്ളുമ്പോഴും ചീത്ത വിളി കേൾക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും പ്രയാസം അനുഭവിക്കുമ്പോഴൊക്കെ ഒരു തരം എന്ത് അനുഭൂതി. അത് റിളയുടെ ഉന്നതമായ അവസ്ഥയാണ്. രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട്. കാരണം ഉറങ്ങിയ തന്നെ വളരെ വൈകിയാണ്. എന്നിട്ട് പിന്നെ രാത്രി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആടുന്നുണ്ട്, കണ്ണിന് പ്രയാസമുണ്ട്, കണ്ണിങ്ങനെ ചുവന്നിട്ടുണ്ട്, തല ഇങ്ങനെ ആടുന്നുണ്ട്, ഭയങ്കര വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിലൊരു അനുഭൂതി, അത് റിളയുടെ ഉന്നതമായ അവസ്ഥയാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇത് വളരെ എളുപ്പമാണ്.
പക്ഷേ 3 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം ഹിമ്മത്തുൻ ആലിയ, ഉന്നതമായ മനക്കരുത്ത് വേണം. ഉന്നതമായ മനക്കരുത്ത്. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ക്ലാസ്സിനൊക്കെ അങ്ങനെ വരും. ഒരു ഉദാഹരണമായിട്ടൊക്കെ പറയണം, ആർക്കും തോന്നരുത്. പിന്നെ ക്ലാസ്സിനൊക്കെ അങ്ങനെ വരും, ഒരു 4-5 ക്ലാസ്സിനൊക്കെ പോലെ കാണും, പിന്നെ കാണൂല. പിന്നെന്താ, അതിനേക്കാൾ രസമുള്ള വേറെന്തോ ഒരു പദ്ധതി ഒരു കണ്ടിട്ടുണ്ടാവും, അങ്ങോട്ട് പോയിട്ടുണ്ടാവും. വിഷയം എന്താ അറിയോ, ഹിമ്മത്ത് നഷ്ടപ്പെട്ടു. ചില ആൾക്കാർ കണ്ടുണ്ടാവും, മുമ്പിലുണ്ടാവും പ്രവർത്തിക്കാനൊക്കെ. എത്ര ദിവസം? 1 മാസം, 2 മാസം, 3 മാസം, പിന്നെ മൂപ്പരെ കാണൂല. പിന്നെ എവിടെ? മൂപ്പര് വേറെ എവിടെയാണ്. എന്താ സംഗതി? ഹിമ്മത്ത് നഷ്ടപ്പെട്ടത്. ഇബാദത്ത് ചെയ്യുന്നിടത്തും കൂടി നമുക്ക് കാണാം അല്ലേ? റവാത്തിബ് സുന്നത്തിന്റെ ഫളായിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം പിന്നെയാണ് കാണുന്നത് ഹിമ്മത്ത് പോകണം. അത് പറ്റൂല. ഉന്നതമായ ഹിമ്മത്തുണ്ടെങ്കിൽ, മനക്കരുത്തുണ്ടെങ്കിൽ റിള, ഈ റിളയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. രണ്ടാമത് വേണ്ടത് നഫ്സുൻ സക്കിയ, പരിശുദ്ധമാക്കപ്പെട്ട മനസ്സ് വേണം. ഒരിക്കലും മനസ്സിനെ നമ്മൾ കേടുവരുത്താൻ അനുവദിക്കരുത്. കേടുവരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് മനസ്സിനെ എന്താക്കരുത്, കൊണ്ടുപോകരുത്. അതിനെങ്ങനെ പരിശുദ്ധിപ്പെടുത്തി കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സൂക്ഷിച്ച് മനോഹരമാക്കി വെക്കണം. പറഞ്ഞൊക്കെ മനസ്സിലാകുണ്ടാവുമല്ലോ. മനസ്സ് വികലമാകാനും വികലമാക്കപ്പെടാനും സാധ്യതയുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടാവും. എന്താക്കണം? ഒഴിവാക്കണം. ഒരിക്കലും അതിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. അതാണ് രണ്ടാമത്തെ കാര്യം. അത് വികലമായാലോ മനുഷ്യന് ഈ അവസ്ഥ കിട്ടാൻ സാധിക്കുകയില്ല. മൂന്നാമത്തേത് തൗത്തീനുൻ നഫ്സി അലാ കുല്ലി മാ യരിദു മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്ന് വരുന്ന എല്ലാറ്റിനെയും സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തണം. എന്താണോ പഠിച്ചവൻ്റെ അടുത്ത് വരുന്നത് അത് സ്വീകരിക്കാൻ മനസ്സെന്താകണം? പാകമാകണം. മനസ്സിലായില്ലേ? എങ്ങനെ ചോദിക്കാൻ കഴിയണം നമുക്ക്? എന്ത് വന്നാലും ഉറപ്പല്ലേ വരും. ഇവിടെ ജീവിച്ചു പോയാൽ പിന്നെ അള്ളാഹു വിധിച്ചതൊക്കെ വരും. അപ്പൊ അള്ളാഹ് വിധിച്ചതൊക്കെ വരും എന്ന് മനസ്സുകൊണ്ട് നാം എന്താക്കണം? ഉറപ്പിക്കണം. മനസ്സിനതിന് പാകമാക്കണം. ഈ 3 കാര്യങ്ങൾ നാം ചെയ്താൽ നേരത്തെ പറഞ്ഞ റിളയുടെ ഉന്നതമായ അവസ്ഥ, അഥവാ വേദന അനുഭവിക്കുമ്പോൾ പോലും അതിലെന്ത് കിട്ടും? അനുഭൂതി കിട്ടും, സുഖം കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ 3 കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടാലോ അതിൻ്റെ ഓരോ രൂപമനുസരിച്ച് നമ്മുടെ ആ റിളയുടെ രൂപം, തൃപ്തിയുടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയുടെ രൂപം കുറഞ്ഞു പോകും. അതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹുവിൻ്റെ റിള കിട്ടാൻ ഈ രൂപത്തിലുള്ള ഒരു കരുത്ത്, മനസ്സിന്റെ കരുത്തും മനസ്സിന്റെ പരിശുദ്ധിയും, അള്ളാഹുവിൽ നിന്ന് എന്ത് വന്നാലും അത് നേരിടാനും അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു തയ്യാറെടുപ്പുമാണ് നാം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവിടെയാണ് നാം യഥാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്യുക. അത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഈ തൃപ്തി റിള എന്ന് പറയുന്നതിന് ചില പദവികളുണ്ട്, മഖാമുകൾ. അത് വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ തന്നത്, നമ്മുടെ ഓഹരിയായി അള്ളാഹു എന്താണോ തന്നത് അത് അംഗീകരിക്കാൻ നാം തയ്യാറാവുക എന്നാണ് അതിൽ ഒന്നാമത്തേത്. എന്ത് തന്നാലും അത് അംഗീകരിക്കാൻ തയ്യാറാവുക. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് ഖദറാക്കിയിട്ടുള്ളത് അതിൽ നാം തൃപ്തിപ്പെടുക. അള്ളാഹു എന്താണോ നമുക്ക് ഖദറാക്കിയത്, ഖദറാക്കിയത്, അത് നാം എന്താക്കുക? തൃപ്തിപ്പെടുക. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത വേറൊന്നിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ബദലായി തൃപ്തിപ്പെടാതിരിക്കുക. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊന്നിനെ ബദലായി തൃപ്തിപ്പെടാതിരിക്കുക. ഇത് 3ഉം ഒരേ രൂപത്തിൽ ചിലപ്പോ വന്നുകൊള്ളണം എന്നില്ല. പല രൂപത്തിലും 3ഉം ഒന്നിച്ച് ഒരേ രൂപത്തിൽ വരുന്ന അവസ്ഥയുണ്ടാകും. 3-ലേതെങ്കിലും ഓരോന്ന് വരുന്ന അവസ്ഥയും ഉണ്ടാകും. ഉദാഹരണമായി, നമുക്കെല്ലാം ചിലപ്പോൾ അള്ളാഹ് തന്നതാണ് എല്ലാം, പക്ഷെ എല്ലാം ചിലപ്പോൾ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഉദാഹരണം, നമുക്ക് അള്ളാഹ് മക്കളെ തന്നു, മനസ്സിലായില്ലേ? കുറെ പെൺകുട്ടികളെ മാത്രം തന്നു ഒരാൾക്ക്. ചിലപ്പോൾ ഒരാൾ അതിലെന്താക്കും? തൃപ്തിപ്പെടും, മനസ്സിലായില്ലേ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഫഖർ കൊടുത്തു, ദാരിദ്ര്യം കൊടുത്തു. ചിലപ്പോൾ അയാൾ തൃപ്തിപ്പെട്ടോളണമെന്നില്ല. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തരം മൊരിച്ചിലും മുഖത്തും നെറ്റിയിലൊക്കെ ഒരു തരം പ്രയാസവും കാണും. അപ്പൊ എന്തായി? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒന്നിൽ അയാൾ തൃപ്തിപ്പെട്ടു, മറ്റേതിൽ അയാൾ
തൃപ്തിപ്പെട്ടില്ല. അങ്ങനെ വരാം, അങ്ങനെ മനുഷ്യന് വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതേമാതിരി തിരിച്ചും പലതും നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ മനുഷ്യൻ എന്താകും, ക്ഷമിച്ചു എന്ന് വരാം. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ അടുത്ത് കുറച്ച് പൈസ പോക്കറ്റ് അടിച്ചു പോയി, അല്ലെങ്കിൽ വീണു പോയി, നമ്മളെന്താക്കും, ക്ഷമിച്ചു എന്ന് വരാം. പോയതാണല്ലോ, ക്ഷമിച്ചു എന്ന് വരാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോനാണ് മരിച്ചു എന്ന് വെക്കാം, അപ്പം നമുക്ക് ക്ഷമിക്കാനൊരു ലേശം പ്രയാസം ഉണ്ടാകും. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടി നോക്കൂ. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയിൽ ചെറിയ വ്യത്യാസം വരും. ആദ്യത്തേതിൽ ഞാൻ തൃപ്തിപ്പെട്ടു, കാരണം അള്ളാഹ് പോകാനാണ് വിചാരിച്ചേ. മറ്റോടത്തോ നമുക്ക് ഷോക്ക് കൊണ്ട് ചിലപ്പം നമ്മൾ എന്ത് ചെയ്യൂല, അതുകൊണ്ട് ആ അനുഭവിക്കാൻ, അതുകൊണ്ട് സമ്മതിക്കാൻ ചിലപ്പോൾ നമ്മളെ മനസ്സുണ്ട് അനുവദിക്കൂല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഏതായിരുന്നാലും ഒരു കാര്യം നാം മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുക എന്നത്, അള്ളാഹുവിന്റെ ദീനിനെ തൃപ്തിപ്പെടുക എന്നത്, റസൂലിനെ നബി മുഹമ്മദ് നബിയെ നബിയായി തൃപ്തിപ്പെടുക എന്നതാണ് റിളയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വിധിച്ചത് ആ വിധിയെ അതേപടി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ നാം ഉണ്ടാക്കി തീർക്കുക എന്നതാണ് പ്രധാനം. അത് നാം ഉൾക്കൊള്ളണം, അതിലേക്ക് നാം എത്തുകയും ചെയ്യണം. ഇവിടെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള 1-2 വിഷയങ്ങളുണ്ട്. അത് നമുക്ക് ഈ റിളയുടെ തൃപ്തി കൊണ്ടുള്ള ഗുണങ്ങൾ എണ്ണി പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ രൂപത്തിലേക്ക് നമ്മൾ എത്തിയാൽ അള്ളാഹു എന്താണോ നമുക്ക് വിധിച്ചത് ആ വിധിച്ചതിൽ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഉന്നതമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത്, നല്ല സന്തോഷം ഉണ്ടാവും മനസ്സിന്. ഒരു ബേജാറും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല. കാരണം എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എല്ലാം എന്ന ചിന്ത, അതിൽ സംതൃപ്തി അടഞ്ഞാലുള്ള മാനസികമായ ഒരു അവസ്ഥ. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടുമെന്നതാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു എന്താവും, തൃപ്തിപ്പെടും. റളിയല്ലാഹു അൻഹും വറദു അൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തൃപ്തിപ്പെടും. മൂന്നാമത്തെ വിഷയം, സാധാരണ മനുഷ്യന് ഉണ്ടാകാറുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. എന്താണ്? മാനസികമായ ക്ലേശം, ബുദ്ധിമുട്ട്, അസ്വസ്ഥത, ഈ മാതിരിയുള്ള ഈ ചീഞ്ഞ പരിപാടികളുണ്ടല്ലോ, അതൊന്നുമില്ലാതെയാവും. കാരണം എന്താ, ഒക്കത്തിലും മനുഷ്യന് തൃപ്തിപ്പെടുകയാണ്. ഇത് അല്ലാഹു തആല എനിക്ക് വിധിച്ചതാണ്, എനിക്ക് വരാനുള്ളതാണ്, അത് ഞാൻ തൃപ്തിപ്പെട്ടേ തീരൂ. അതിൽ ഞാൻ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു എന്നെ എന്താക്കും, തൃപ്തിപ്പെടും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആണ് പോകും മനുഷ്യന്റെ മനസ്സിൽ. നമ്മളെ സാധാരണയായി ഒരു മനുഷ്യനെ മാനസിക രോഗിയാക്കുന്ന ഇമാതിരിയുള്ള എല്ലാ സ്വഭാവങ്ങളും ഇല്ലാതെ, അതിൻ്റെ ഈ റിളയുടെ വലിയൊരു അവസ്ഥയാണ്. നാലാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി മനസ്സുകൊണ്ടെങ്കിലും തർക്കിക്കുന്ന അവസ്ഥ മനുഷ്യനില്ലാതെയാകും. നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, പലപ്പോഴും എന്താണ് അതിലെ യുക്തി എന്ന് ചോദിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് അതിലെ കഅബ ഇങ്ങനെ 7 പ്രാവശ്യം ഇങ്ങനെ, എന്താണ് അതിലെ യുക്തി എന്ന് ചോദിക്കുന്ന ആളുകൾ. ഇത് ആരോടാ യുക്തി ചോദിക്കണേ? നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യുക, അതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. അതിലെ യുക്തി ചോദിക്കുന്നത് ഉന്നതമായ അവസ്ഥയിൽ മോശം വരലാണ്, ഒരു സംശയവും കാര്യത്തിലില്ല. അള്ളാഹുവിനോട് തർക്കിക്കാൻ ആർക്കേ തോന്നൂ? ഇബ്ലീസ് അള്ളാഹിനോട് തർക്കിച്ചില്ലേ? സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് ചോദിച്ചു, ഞാൻ സുജൂദ് ചെയ്യേ? ഇന്നെ തീ കൊണ്ടുണ്ടാക്കി ആദമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി, എന്നിട്ട് മണ്ണുണ്ടാക്കി ആദമിനെ തീ കൊണ്ടുണ്ടാക്കി ഞാൻ സുജൂദ് ചെയ്യുകയോ? എന്താ വിഷയം? തൃപ്തിപ്പെടാൻ ഇബ്ലീസിന് സാധിച്ചില്ല. മനസ്സിലായില്ലേ? ആ അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ആ ഒരു ചോദ്യം ചെയ്യുന്ന അവസ്ഥ നമുക്ക് വരാൻ പാടില്ല, ഒരു വിഷയത്തിലും വരാൻ പാടില്ല. എന്താ അങ്ങനെ? എന്താ ഇസ്ലാമില് 3-4 പെണ്ണിട്ടാൻ എന്താ അനുവാദം? ആൾക്കാർ ചോദിക്കലുണ്ട്, എന്താ അങ്ങനെ? മനസ്സിലായില്ലേ? അങ്ങനെ ചോദിക്കുന്നേ. എന്താ ആ സദ്യക്ക് പോയിക്കൂടാം? മനസ്സിലായി? എന്താണ് ആ സദ്യക്ക് പോയാല് അവിടെ എന്താ സംഭവിച്ചത്? പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇത് അവിടെ ഒരു സദ്യയുടെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിട്ടലിന്റെയോ വിഷയത്തിൽ അവസാനിക്കുന്ന നിസ്സാരമായ സംഗതിയല്ല. സദ്യക്ക് പോകാതിരുന്നാൽ അല്ലെങ്കിൽ പെണ്ണിട്ടാതിരുന്നാൽ തീരും എന്ന് വിചാരിക്കാവുന്ന അവസ്ഥയല്ല. ഇതൊരു പൊതു നിയമത്തെയാണ്, ഇസ്ലാമിന്റെ പൊതു നിയമത്തെയാണ് ഇവൻ എന്താക്കുന്നത്, ചോദ്യം ചെയ്യും. അവിടെയാണ് ഇതിലെ പ്രശ്നം. അപ്പോ ഈ റിളയില്ലാഞ്ഞാൽ എന്തുണ്ടാവും? ഈ മാതിരി ചോദ്യങ്ങൾ വരും. മനുഷ്യന് കാലത്തിനും സമയത്തിനും ആളുകൾക്കൊക്കെ അനുസരിച്ച് മുറിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള ഫത്വകളും രൂപങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ്
അഞ്ചാമത്തെ കാര്യം, നീതിബോധം യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ റിള സമ്മാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. അദ്ലുൻ ഫിയ ഖലാഉക്, നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. അദ്ലുൻ ഫിയ ഖലാഉക്, റബ്ബേ എന്റെ കാര്യത്തിൽ നീ വിധിച്ചത് നീതിയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് നമ്മൾ അള്ളാഹിനോട് പറയണം. മനസ്സിലായി? വിശ്വാസനോട് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിലെ വരികയാണ് അദ്ലുൻ ഫിയ ഖലാഉക്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ളുൽമ് ചെയ്യുമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിചാരിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ ഒരു സംഗതി നമ്മൾ വിചാരിക്കാൻ പാടില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ദുൽമാണ് എന്ന് തോന്നുമെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ദുൽമല്ലാത്ത അവസ്ഥയായി മാറും. മനസ്സിലായില്ലേ? ഏതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ശിക്ഷ, ഒരാൾക്കൊരു ശിക്ഷ നൽകി. ഇപ്പം കട്ടവന്റെ കൈ മുറിച്ചു. കൈ മുറിക്കപ്പെട്ടവനുണ്ടല്ലോ, കള്ളൻ, ഓന് തോന്നും എന്ത്? ഇതൊരു അക്രമമാണ് എന്ന്. അല്ലേ? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് തോന്നുമോ? അത് തന്നെയാണ് വിഷയം. അത് തന്നെയാകുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വല്ല നഷ്ടവും വരുത്തിയാൽ അത് അക്രമമാകുന്നു എന്ന് തോന്നുന്ന മനുഷ്യൻ ഉടനെ ചിന്തിക്കേണ്ടത് കൈമുറിച്ച കള്ളനെ കുറിച്ചാണ്, കൈമുറിക്കപ്പെട്ട കള്ളനെ കുറിച്ചാണ്. കള്ളൻ എന്താ തോന്നുക? കള്ളന് തോന്നും ഇത് അക്രമമാണ്. അല്ലേ? തോന്നും. കോടതി പോവും, അല്ലെങ്കിൽ മറ്റേ എന്താ, അതിന് സ്റ്റേ വാങ്ങാൻ പറ്റുമെങ്കിൽ സ്റ്റേ വാങ്ങും. അപ്പോഴാണല്ലോ അതൊക്കെ വാങ്ങല്. മനസ്സിലായി? പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യന് തോന്നൂല എന്ത്? ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. കാരണം എന്താ? ഓൻ ചെയ്തത് മോശമാകുന്നു. അല്ലേ? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നാം കരുതേണ്ടത്. നീതിബോധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ. യഥാർത്ഥത്തിൽ ഈ തരം രംഗങ്ങളിൽ മനുഷ്യന് സംതൃപ്തി ഇല്ലാതായി തീരാനുള്ള 1-2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, മനുഷ്യൻ ഇഷ്ടപ്പെട്ടത് അവന് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ. അപ്പോഴാണ് മനുഷ്യന് എന്താ? തൃപ്തി നഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ടത് കിട്ടാതെ പോവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് മനുഷ്യനെ ബാധിക്കുക, പ്രയാസം മനുഷ്യന് വരിക. മനസ്സിലായില്ലേ? എന്തെങ്കിലും പ്രയാസം വരുമ്പോഴും മനുഷ്യന് ഇത് സംഭവിക്കാം. ഈ സംഗതികളിലൊക്കെ നാം ആലോചിക്കേണ്ടത് ഇത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ഇതിനെ അപ്പടി അംഗീകരിക്കാനും തൃപ്തിപ്പെടാനും നാം ബാധ്യസ്ഥരാകുന്നു. ഖുർആന്റെ ഭാഷ ലികൈല തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ദുഃഖിക്കുകയോ വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയോ ചെയ്യേണ്ടവരല്ല നാം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഇതിങ്ങനെ ഒരു ന്യായമായ രൂപത്തിൽ പോകേണ്ടവരാണ് എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ മറ്റൊരു ഗുണം ഇതിൻ്റെ, എപ്പോഴും സമാധാനം ഉണ്ടാവും. എല്ലാ നിലക്കുള്ള ഈ മനുഷ്യൻ്റെ ഒരുപാട് രോഗങ്ങളുണ്ട്. അസൂയ, ഏഷണി, പരദൂഷണം, ഇതൊക്കെ രോഗങ്ങളാണ്, ഭയങ്കരമായ രോഗങ്ങളാണ്. ഈ രോഗങ്ങളൊക്കെ റിള ഇല്ലാതാക്കും. ഒരിക്കലും നമുക്ക് വഞ്ചിക്കാൻ കഴിയില്ല. ഈ റിള തൃപ്തി ഉണ്ടെങ്കിൽ വഞ്ചിക്കാൻ കഴിയില്ല. കാരണം എന്തിനാ വഞ്ചിക്കണത്? അള്ളാഹ് നമുക്ക് വിധിച്ചതല്ലേ കിട്ടുള്ളൂ. നമ്മൾ വഞ്ചിച്ചുണ്ടാക്കിയാൽ ഉണ്ടാവോ? ഉണ്ടാവില്ല. അസൂയ വരൂല. കാരണം എന്താ? അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരാൾക്കുള്ള നിഅമത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കലാണ് എന്ത്? അസൂയ എന്ന് പറഞ്ഞാൽ. അല്ലെ? നമ്മൾ ആഗ്രഹിക്കൂല. കാരണം എന്താ? അള്ളാഹു നമുക്ക് വിധിച്ചതാണ്, അതിൽ ഞാൻ സംതൃപ്തനാണ്, എനിക്കിത്രയായിരിക്കും കിട്ടിയത്, എനിക്കിത്രയായിരിക്കും അള്ളാഹു വിധിച്ചത്, അതിൽ ഞാൻ എന്താക്കുന്നു? സംതൃപ്തി. അപ്പൊ ചുരുക്കത്തിൽ ഒരു സലാമത്തിന്റെ അവസ്ഥ നമുക്ക് ഹാവ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അൽഹംദുലില്ലാ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സംതൃപ്തി മുഴുവൻ ആസ്വദിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെയോ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ഒരു സുഖം നമുക്കാണ് കിട്ടിയാൽ ആ സുഖം നൽകിയവനോട്, സന്തോഷം നൽകിയവനോട് ഒരു താങ്ക്സ് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് താങ്ക്സ് പറയാൻ, ശുക്ർ പറയാൻ, നന്ദി പറയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആ ഒരു സുഖത്തെ പടച്ച റബ്ബ് തന്നതാണ് എന്ന രൂപത്തിൽ പരിപൂർണമായ അനുഭൂതിയോടുകൂടി അനുഭവിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണമാണ് ജനങ്ങളോടുള്ള ഇപ്പോൾ ഉള്ള ഒരു വലിയ ദോഷം എന്താ? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെറുപ്പാണല്ലോ. എന്താ കാര്യം? എന്തിനാ വെറുക്കണ? നിങ്ങൾ ആലോചിച്ചു വേണ്ടി കിടമത്സരം എന്നിട്ട് വരില്ല. മനുഷ്യന്മാർ തമ്മിൽ ഭയങ്കരമായ വെറുപ്പ്, വിദ്വേഷം, കിടമത്സരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപകാരം ചെയ്യാത്ത അവസ്ഥ. എന്താ? അള്ളാഹുവിന്റെ റിളയെക്കുറിച്ച് ബോധമല്ലാത്തോണ്ടാ. അള്ളാഹുവിന്റെ റിളയെക്കുറിച്ച് പൂർണ്ണമായി ബോധമുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ തന്നെ ഉണ്ടാവില്ല. ആൾക്കാർ തമ്മിൽ കോപ്പുണ്ടാവില്ല. കാരണം എന്താ? ഞാൻ എന്തിനാ ഇവനോട് കോപ്പിക്കണ്, ഇവനോട് മത്സരിക്കണ്, ഇവനോട് കോപ്പിക്കുകയോ ഇവനോട് മത്സരിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ എനിക്കില്ല. കാരണം എനിക്ക് അള്ളാഹു വിധിച്ചതേ കിട്ടൂ എന്ന ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ, അതാണ്
ആ രൂപത്തിലുള്ള ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കേണ്ടത്. ഈ റിള യഥാർത്ഥത്തിൽ റിളയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചോദിക്കാത്തതും കൂടി റിള കൊണ്ട് അള്ളാഹു തരുന്ന, പ്രാർത്ഥിച്ചാലേ കിട്ടൂ എന്നാണ് നമ്മൾ വിചാരിച്ചതല്ല, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും കിട്ടും. എങ്ങനെ? റിളയുടെ കാരണമായി കിട്ടും. ഹദീസുകളിലൊക്കെ വളരെ കൃത്യമായി ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും റിളയുടെ കാരണമായി, തൃപ്തിയുടെ കാരണമായി നമുക്ക് കിട്ടും. ഒരുപാട് സംഗതികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. ഈ റിള എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രാർത്ഥനയേക്കാൾ ഹദീസുകളൊക്കെ മനസ്സിലാക്കിയാൽ, ഹദീസിനൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നത്, മനുഷ്യന്റെ അവയവങ്ങളെ കൊണ്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ എത്രയോ ഉന്നതമായ ദറജയുള്ളതാണ് എന്ത്? റിള എന്നത്. ആളുകൾ നിസ്കരിക്കണ്, നോമ്പോക്കണ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ. അതിന് ഉദാഹരണമായി പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിന്റെ കഥയാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഇബാദത്ത് ചെയ്തിരുന്ന, ശരീരം കൊണ്ട് ഇബാദത്ത് ചെയ്തിരുന്ന ആളുകൾ സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. സമ്പത്ത് കൊണ്ട് ചെലവഴിച്ചിരുന്നവർ, അബൂബക്കർ സിദ്ദീഖിനേക്കാൾ സമ്പത്ത് കൊണ്ട് ചെലവഴിച്ചിരുന്നവർ സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ സിദ്ദീഖ് ആരാ? അബൂബക്കർ റളിയല്ലാഹു തആല. എന്താ വിഷയം? റിളയാണ് വിഷയം. വഇൻ ഖാല ഖദ് സദഖ എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണല്ലോ സിദ്ദീഖ് എന്ന് വിളിച്ചത്. അങ്ങനെയാണോ? അങ്ങനെ മുഹമ്മദ് നബി അവിടേക്ക് പോയി വന്നു എന്ന് പറയണ്ടോ? എന്നാ പിന്നെ അത് എന്തായിരുന്നാലും എന്താണ്? നേരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമ്പത്ത് ചെലവഴിക്കലോ അല്ലെങ്കിൽ അവയവങ്ങളെ കൊണ്ടുള്ള ഇബാദത്തുകളോ ഒന്നുമല്ല എന്ത് വിഷയം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതി കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ റിളയുമായി ബന്ധപ്പെട്ടാണ് നാം മനസ്സിലാക്കുക. അപ്പോൾ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സങ്കീർണതകളോ അസ്വസ്ഥതകളോ വന്നു മൂടേണ്ട, അവ ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കേണ്ട ഒരു 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 പ്രയാസം നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയാകേണ്ടവനല്ല ആര്? മുസ്ലിം. ഒരിക്കലുമില്ല. കാരണം എന്താ? ഈ ഒരു സമ്പൂർണമായ സംതൃപ്തി ഉൾക്കൊള്ളേണ്ടവൻ, അത് ഒരു 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 കർമ്മമായി, ഈ മനസ്സുകൊണ്ട് ഒരു പ്രവർത്തനമായി, അമലായി ചെയ്യേണ്ടവനാണ് മുസ്ലിം. അപ്പൊ പിന്നെ ഒരിക്കലും ഇവന് ഈ തരത്തിലുള്ള സങ്കീർണതകളോ പ്രയാസങ്ങളോ ഒരിക്കലും ജീവിതവുമായി ബന്ധപ്പെടുത്തി പോകേണ്ടി വരികയില്ല. ഇതിനർത്ഥം നിങ്ങൾ ദുഃഖം വരുമ്പോൾ കരയേണ്ടെന്നല്ല. കരഞ്ഞു എന്നുള്ളതുകൊണ്ട് എന്തില്ല? റിള നഷ്ടപ്പെടൂല. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിള നഷ്ടപ്പെട്ടവരാകണം. കാരണം ഇബ്രാഹിം മരിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി? കരഞ്ഞല്ലോ. കരയാം, പക്ഷെ ആ കരച്ചിലിനൊക്കെ എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച പരിധിയുണ്ട്. മനസ്സിലായില്ലേ? സഹാബികളുടെ ജീവിതത്തിൽ തന്നെ നേരെ തിരിച്ചു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുട്ടി മരിച്ചു എന്ന് വന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സഹാബികളുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ കാണാം. ചിരിച്ച സഹാബികളുണ്ട്. മക്കൾ മരിച്ചപ്പോൾ ചിരിച്ച സഹാബികളുണ്ട്. അതെന്താ? അത് അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ അവസ്ഥയാണ്. അൽഹംദുലില്ലാ, കാരണം എനിക്കത് ഒരു വലിയ സമ്മാനമായി അവിടെ നിൽക്കാൻ പോകുകയാണല്ലോ എന്ന സന്തോഷം. ചിരിച്ചതെന്താ? ചോദിച്ചിരുന്നു എന്താ നിങ്ങൾ ചിരിച്ചതെന്ന്. അപ്പൊ അതാ ഞാനിങ്ങനെ കണ്ടു, എന്ത്? എൻ്റെ മോൻ ആ സിറാത്തുമ്മൽ വന്നിങ്ങനെ നിന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോണത്. അത് റിളയുടെ ഒരവസ്ഥ. അപ്പം കരയണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കരഞ്ഞെന്ന് വിചാരിച്ച് റിള പോകുമെന്നല്ല. അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിള പോകണം, പോയിട്ടില്ല, പോകാൻ പാടില്ല. കാരണം റസൂലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ റിളയുള്ളവൻ. അതൊക്കെ ചെയ്യാം, പക്ഷേ അത് ആ അനുവദിച്ച രൂപത്തിലും ഭാവത്തിലുമായിരിക്കണം, അതിനപ്പുറത്തേക്ക് പാടില്ല. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാലുള്ള ദുഃഖം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആര് മരിച്ചാലും, ഭർത്താവ് മരിച്ചാൽ ഭാര്യ അല്ലാതെ വേറെ ആര് മരിച്ചാലും 3 ദിവസത്തിലധികം എന്ത് പാടില്ല? ദുഃഖിച്ചിരിക്കാൻ പാടില്ല. മനസ്സിലായി? അതിനപ്പുറത്തേക്കുള്ളത് റിള നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. വാപ്പ മരിച്ചെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ എൻ്റെ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞിരിക്കേണ്ടവനല്ല. അത് നമ്മളെന്താണ്? അത് ഉൾക്കൊള്ളണം. അങ്ങനെ എന്ത് സംഗതി ആയിരുന്നാലും ഉൾക്കൊള്ളണം. അത് അള്ളാഹുവിൻ്റെ ഖള ആണ്. അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ടാകും. ആ ഖൈർ എനിക്ക് മനസ്സിലാവില്ല. അതന്നെ ആ രൂപത്തിൽ കണ്ടാൽ തീർച്ചയായും നമുക്ക് ആ ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകും. മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത് ഈ റിളയെക്കുറിച്ചാണ്. അല്ലാതെ നിങ്ങൾ ഈ വേറൊന്നും, ഇപ്പം പിന്നെ സമ്പത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കച്ചവടം നഷ്ടപ്പെട്ടു, കച്ചവടം ഭയങ്കരമായി പൊളിഞ്ഞു പോയ ഒരാൾ ഭയങ്കരമായി ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയാണ്.
അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു, നല്ല ജോലി കണ്ടാൽ ജോലി ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തോട് നമ്മൾ പറയേണ്ടത് വേറെ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതൊരു താൽക്കാലിക ശമനം മാത്രമാണ്. ഞാൻ കുറച്ച് പൈസ കടം തരഞ്ഞ് ഒന്നുകൂടി കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ശമനമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പറഞ്ഞതൊക്കെയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു മാനസികാവസ്ഥയാണ് മുസ്ലിം എന്ന നിലക്ക് നീ നേടിയെടുക്കേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ ഖലാ ഖലാഅൻ അഹബ്ബ അൻ യുർളിയ മിൻ ഖിബലിൽ ഇബാദ്. അള്ളാഹു ഒരു കാര്യത്തിൽ വിധി നടത്തിയാൽ, വിധി വിധിച്ചാൽ അവന്റെ അടിമ ആ വിധിയെ ഇഷ്ടപ്പെടണം എന്നതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. മനസ്സിലായ പറഞ്ഞ്? അള്ളാഹ് നമ്മൾക്കൊരു കാര്യം വിധിച്ചാൽ ആ വിധിയെ നമ്മൾ എന്താക്കണം? ഇഷ്ടപ്പെടണം എന്നതാണ് എന്ത്? അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? ആ വിധിയെ ഇഷ്ടപ്പെടണം. നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമുക്കൊരു വികലാംഗനായ കുട്ടി ജനിച്ചു. 6 മാസം മുമ്പ് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ എൻ്റെ പെങ്ങൾക്ക് ഗർഭമുണ്ട്, പക്ഷെ സ്കാനിങ് ഒക്കെ നടത്തിയപ്പം കുട്ടിക്ക് കുറേ എന്തുണ്ട്, വൈകല്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടിയാണ്ട് ശരിയാക്കിയെങ്കിലോ, എന്താണ് അഭിപ്രായം? ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നല്ലത്, കാരണം ഇത് ജനിച്ചാൽ തന്നെ ഭയങ്കര ഫിത്തനായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും എന്നാണ്. ആലോചിച്ച് നോക്കൂ ആ ഒരവസ്ഥ. അല്ലാഹു തആലായ എന്താണോ അള്ളാഹ് വിധിച്ചത് ആ വിധിയെ അംഗീകരിക്കുവാനുള്ള വൈമനസ്യം മനുഷ്യന് വന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം അവൻ എന്താവും? നഷ്ടപ്പെടും. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല, ഇത് അള്ളാഹു എനിക്കെന്തോ ഒരു ഹൈറ് തന്നതാണ് എന്നാ ചിന്തിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അത് മനുഷ്യന് ഒരിക്കലും വിചാരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ മനുഷ്യന്റെ ഭാവനയിൽ ഈ ചെറിയ സങ്കുചിത ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിച്ചിട്ടാണ് എന്ത് ഈ മാതിരി അപക്വമായ ചിന്ത വരുന്നത്. നേരെ മറിച്ച് ഖുർആന്റെയും ഹദീസിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാനം വിശാലമായി ചിന്തിച്ചാൽ ഈ ഒരു അപക്വമായ അവസ്ഥയിലേക്കും ഇവനൊരിക്കലും ഇത് കലക്കി കളയേണ്ട അവസ്ഥ വരൂല. കാരണം ഓരോ കാര്യങ്ങളും അവൻ വിശകലനം ചെയ്യുകയും ഇനിയിപ്പം ഇസ്ലാമും ദീനും ഒക്കെ ഒഴിവാക്കിയിട്ട് അവനവൻ്റെ സ്വന്തം ഇപ്പം നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം ചിന്തിച്ചാൽ ഈ നല്ല സമ്പൂർണമായ ആരോഗ്യവും സൗന്ദര്യവും ശക്തിയും തൻ്റെ ഇടവും സാമർഥ്യവും വിജ്ഞാനവും ഒക്കെ ഉള്ള മനുഷ്യനേക്കാൾ എത്രയോ വമ്പന്മാരാണ് എന്ത് പല വികലാംഗന്മാരും അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നിങ്ങൾ വൈകല്യം വന്ന ആളുകളിൽ ഭീമന്മാരായ വലിയ ആളുകളായവരുടെ ചരിത്രം വായിച്ചു നോക്കൂ. വളരെ മനോഹരമാണ്, ഭയങ്കര മനോഹരമാണ്. അപ്പോൾ അത് നമ്മൾ കണക്കാക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ബിഖിസ്തിഹി വഅദ്ലിഹി ജഅല അർ-റൗഹ വൽ ഫറഹ് ഫിൽ യഖീനി വർ-റിളാ ജഅല അൽ-ഹമ്മ വൽ ഹുസ്ന ഫിൽ ശക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതി കൊണ്ട്, അല്ലാഹുവിന്റെ നീതി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിൽ? ഫിൽ യഖീനി വർ-റിളാ, യഖീനിലും റിളയിലും. യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് കിട്ടണം, മനസ്സിലായി? ഉറപ്പ്. വരിള, തൃപ്തിയിലും. അതിലെന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനം. നേരെ തിരിച്ച് മറ്റതിലോ വജഅലൽ ഹമ്മ വൽ ഹുസ്ന ഫിശക്. ഇത് വേണോ വേണ്ടേ? നമ്മൾ ആ പെണ്ണിന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ, വേണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന ആ പെണ്ണ് ജഅലൽ ഹമ്മ വൽ ഹുസ്ൻ, അവൾക്ക് ദുഃഖമാണ്, സങ്കടമാണ്. എന്തുകൊണ്ട്? ഫിശക്കി, അവൾക്ക് അള്ളാഹുവിന്റെ ഈ വിധിയിലുള്ള സംശയം. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ആയാൽ ഈ ഒരു റിള, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന അവസ്ഥ, അള്ളാഹു നമ്മളെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നാം ഉയർന്നാൽ തീർച്ചയായും നമ്മുടെ സങ്കീർണം എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അത് അവസാനിക്കും. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം, ഒരു സംശയമില്ല, അത് അവസാനിക്കും. ഒരു സംശയമില്ല. ഒരുപാട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും മനുഷ്യന് അവിടെ തീരും എന്ന് നാം മനസ്സിലാക്കുക. ഒരുപാട് സംഗതികൾ ഈ വിഷയമായ അനുഭവങ്ങളും ഹദീസുകളും സഹാബികളുടെ വാക്കുകളുമൊക്കെ ഉണ്ട്. അവയിൽ നിന്നൊക്കെ നാം ഗ്രഹിക്കേണ്ട ഒരു സത്യം ഇതാണ്: അള്ളാഹു എന്താണോ ഖളാ ആക്കിയത് അതിലുള്ള സംതൃപ്തിയിലേക്ക് മനുഷ്യനെത്തണം. നമ്മളെല്ലാവരും ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖ്തിക്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖ്തിക്. അള്ളാഹുവിൻ്റെ കോപം നമുക്ക് വരരുത്. അള്ളാഹുവിൻ്റെ കോപം വന്നുപോയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? പിടിച്ചാൽ കിട്ടൂല, നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ.